ഞാനിപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാനിപ്പോൾ ചെറിയെങ്കിലും ഒരു പാമ്പിനെ പിടിക്കാൻ പോകുന്നു. എന്നെ വിളിച്ച് അവിടെ എത്തുന്നതിന് മുന്നേ പറയുന്നു വേറെ ആരോ ഒന്ന് പിടിച്ചിട്ട് ആരെന്നോലും ആർക്കും അറിയില്ല. ഇപ്പോൾ നമ്മൾ പള്ളിപ്പുറത്ത് നമ്മുടെ എന്താ പറയുക ഇവിടെ നമ്മൾ ആറ്റിങ്ങിൽ പോകുന്നു. അപ്പോൾ അവരൊന്ന് അത് പുതിയൊരു പേര് ഇന്ന ആളൊന്ന് പിടിച്ചിട്ട് പോയി അത് അങ്ങോട്ട് കൊണ്ടുപോയി അവരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് വിടുന്നതെന്ന്. അങ്ങനെ ഇപ്പോൾ പാരിപ്പള്ളിയിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര ഇനി നമ്മൾ ചിലപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ പാമ്പ് പിടുത്തം പറഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർക്ക് അറിയും. പിടിച്ചുകൊണ്ട് വന്ന പാമ്പുകളെ കൃത്യമായിട്ട് നമ്മൾ ഇത് എന്താ പറയുക റിലീസിങ് എന്ന് പറഞ്ഞ സാധനം പോളിസി ഉണ്ടാവണം. അതില്ല. അപ്പോൾ ഈ പിടിക്കുന്ന ആൾക്കാർ എവിടെ കൊണ്ട് വിടുന്നത് ആരാണ് എന്നൊന്നൊരു ഒരു ഐഡിയ ആർക്കും ഇല്ല. അപ്പോൾ ഈ പിടിക്കുന്ന പാമ്പുകൾ തുറന്നു വിടുന്ന ഒരുപാട് പരാതികൾ നമ്മുടെ നാട്ടിലുണ്ട്, പരക്കെയുണ്ട്. അപ്പോൾ കരിക്കാത്ത ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ അവിടെ കൊണ്ട് തുറന്നുവിടുക, ആറ്റിൻ്റെ അവിടെ കൊണ്ടുവിടുക, ബൈപ്പാസിൽ കൊണ്ടുവിടുക, ഇങ്ങനെ കേരളം മുഴുവൻ ഈ വാർത്തയുണ്ട്. ഒരിക്കലും ഇത് പെട്ടെന്ന് ഇങ്ങനെ ഉൾക്കൊണ്ട് വന്നൊരു സാധനം. അപ്പോൾ ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായി കാണാറില്ല കാട്ടിലേക്ക് കൊണ്ടുവിടുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാട്ടിക്കൊണ്ടിട്ടാൽ ഇത് ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ പുറത്തേക്ക് ആകുമ്പോൾ ഒരു പുതിയൊരു പാമ്പിനെ പിടിച്ചൊരു സ്ഥലത്ത് കൊണ്ട് വിടുമ്പോൾ ഇവർക്ക് ആ സ്ഥലമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു 2 ദിവസമൊക്കെ എടുത്ത് ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ കൂട്ടിനകത്താണ്. പുറത്തൊരു സ്ഥലമൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ 2 ദിവസം 3 ദിവസം അപ്പോൾ ഇതിങ്ങനെ സഞ്ചരിച്ച് പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും പിന്നെ വാല് തുറന്നിറങ്ങിയാൽ അതിനകത്തും കയറുന്നു, അല്ലെങ്കിൽ ജനൽ തുറന്നു ജനലിൽ കൂടെ കയറാൻ സാധ്യമില്ല. ഇപ്പോൾ കാർ ഷെഡാണെങ്കിൽ അവിടെ കയറുന്നു, കാറിനകത്ത് വന്ന് ഇങ്ങനെയൊക്കെ കൂടുന്നുണ്ട്. പിന്നെ ചൂട് കൂടുമ്പോഴത്തേക്ക് കൂടുന്നു എന്ന് പറയും, പാമ്പ് കടി കൂടുന്നു. പാമ്പിനെ പിടിക്കാനായി ആരെങ്കിലും ഒന്നുമില്ല, ചുമ്മാ വിളിച്ച് ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ചുള്ള കാര്യം നമുക്കിപ്പോൾ നമ്മൾ വനംവകുപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് കൊടുത്തതിന് ഇപ്പോൾ അറിയപ്പെടുന്ന കുറേ ആൾക്കാർ വനംവകുപ്പ് പിടിക്കുന്ന പാമ്പുകളെ കൃത്യമായിട്ട് അവർ ഇന്ന സ്ഥലത്ത് പിടിച്ച് ഉൾക്കാട്ടിലേക്ക് വിടുന്നു. അപ്പോൾ അവർക്കതൊരു കണക്കുണ്ട്. അവർ വണ്ടിയിൽ ഇപ്പോൾ RRTP പിടിക്കുന്ന വണ്ടിയിൽ പോകുന്ന സാധനങ്ങൾ കൊണ്ട് റിലീസ് ചെയ്യുന്ന കണക്ക് ഇതെല്ലാം അവർക്ക് ബുക്കുകൾ. പക്ഷേ പുറത്ത് ഈ ട്രെയിനിങ് നേടിയ കുറേ ആൾക്കാരുണ്ട്. അവർ ഒരിക്കലും പ്രത്യക്ഷത്തിൽ വരുന്നില്ല. അവർ ആദ്യത്തെ ഒരു ദിവസം വന്ന് പാമ്പിനെ തൊട്ട് തലോടി അങ്ങ് പോവുകയാണ്. പിന്നെ അവർ ഇതിലൊന്നുമില്ല. പിന്നെ അവർക്ക് ഇതുമായിട്ട് വനംവകുപ്പായിട്ട് ബന്ധമില്ല, ഈ ടീമുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇവർ പോയിട്ട് 1000 രൂപ 2000 3000 4000 രൂപ വാങ്ങിച്ച് പിടിക്കുന്ന ആൾ. പിന്നെ എത്ര കേസിൽ സാധനമാണ്. അപ്പോൾ ആക്കുളത്ത് പുലിയനാക്കോട്ടയ്ക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പുലിയനാക്കോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ വന്ന് കഴിഞ്ഞാൽ 2-3 മാസങ്ങൾക്ക് ഒരു പാമ്പ് പിടിച്ചിട്ട് 5500 രൂപ ചോദിച്ച് 4000 രൂപ കൊടുത്തു. ഇതൊന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ആരാണ് ഇപ്പോൾ വന്നതെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ അപ്പോൾ ആരും ഇന്ന ആളക്കാകുമ്പോൾ ചെറിയ പാമ്പിനെ കൈകാര്യം ചെയ്യും. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾക്ക് ഈ റോഡിന് ധാരാളം പല സ്ഥലത്തും റിലീസ് ചെയ്യുന്നു, ഒഴിഞ്ഞ പറമ്പുകൾ വിടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് തരത്തിൽ പാമ്പിൻ്റെ എണ്ണം കൂടിയിട്ടില്ല. അല്ലാതെ പാമ്പ് അല്ലാതെ ഒന്നും കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ ചൂട് കൂടുമ്പോൾ പാമ്പ് വരുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ മണ്ടത്തിലാണ്. നമ്മൾ ഈ പാമ്പുകളെ പിടിക്കുന്നതിന് ശാസ്ത്രീയമായ ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലില്ല. നമ്മുടെ വനംവകുപ്പ് പോലും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ശാസ്ത്രീയത ഇല്ലാത്തത് കൊണ്ടും ഇതിൽ പരിചിതമില്ലാത്ത ആൾക്കാർ ഇടപെടുന്നത് കൊണ്ടുമാണ് ഈ പാമ്പുകളെ തുറസായ സ്ഥലങ്ങൾ. ഇപ്പോൾ സുരേഷ് പറഞ്ഞതനുസരിച്ച് ഇവിടെ ലുലു മാളിന്റെ മുമ്പിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഹൈവേ സൈഡിൽ പോലും തുറന്നുവിടുക. അതായത് ഇവരിപ്പോൾ 5000 10,000 വാങ്ങി പാമ്പിനെ പിടിക്കുന്നു, പിന്നെ അതിനെ എവിടെ വേണമെങ്കിലും തുറന്നു വിടുകയാണ്. വനത്തിൽ തുറന്നു വിടുന്ന സംവിധാനം ഇല്ല. വനംവകുപ്പ് പിടിക്കുന്ന മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പിടിക്കുന്ന മാത്രമേ വിടുന്നുള്ളൂ. അതും അപൂർവമായിട്ട് വന്നില്ല. വനംവകുപ്പ് കറക്റ്റ് കണക്കുണ്ട് അവർക്ക്. ഇന്ന സ്ഥലത്ത് പിടിച്ചു, ഇത്ര നമ്മൾ ഇന്ന സ്ഥലത്ത് വിട്ടു, അടുത്തത് വേറൊരു സ്ഥലത്ത് വിട്ടു, അത് കണക്കുണ്ട്. പക്ഷേ ഇതിൽ വരാൻ പോകുന്നത് ഇത് നമുക്ക് പാമ്പിനെ പിടിക്കുന്ന പോളിസി അല്ല നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഭാരതത്തിൽ നമുക്ക് റിലീസിങ് പോളിസി എന്ന് വനംവകുപ്പിൽ പിടിക്കുന്ന പാമ്പുകളെ വിടുന്ന റിലീസിങ് പോളിസി എന്നൊരു സാധനം വെക്കണം. അതാകപ്പെടെ ഇന്ത്യയിലുള്ളത് നമ്മുടെ ഭാരതത്തിലുള്ളത് മഹാരാഷ്ട്രയിൽ മാത്രമാണ്. എവിടെ പാമ്പിനെ വിടുന്നു അവരുടെ ടെറിട്ടറിയത്തിനടുത്ത് അവരുടെ ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് അവരെ റിലീസ് ചെയ്യുന്നു. അത് വനത്തിന് തിന്ന സ്ഥലത്താണ് ഉള്ളത്. ഇപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. നമുക്ക് നിർബന്ധമായിട്ട് വരേണ്ടത് അതാണ് വരേണ്ടത്. കാരണം പിടിക്കുന്നത് പോലെ അല്ല നമുക്ക് റിലീസിങ് പോളിസി. പക്ഷേ റിലീസ് ചെയ്യുന്നത് നമുക്ക് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ കാട്ടിനകത്ത് റിലീസ് ചെയ്യുന്നത് വലിയൊരു അപകടമാണ്. കാരണം വെച്ചാൽ കാടിനകത്ത് നമുക്ക് കാടിനെ സംരക്ഷിക്കുന്ന ഒത്തിരി ചെറിയ ഹമ്മിങ് ബേഡ്സുകളുണ്ട്. ഈ ബേഡ്സിലെല്ലാം താഴെ മുട്ടയിട്ട് വരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തുകൊണ്ട് 10-50 പാമ്പുകളെ വിടുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഇവയെല്ലാം കൂടി ചേർന്ന് ഇതിനെ അങ്ങ് നശിപ്പിക്കും. ഇതിനെ നശിപ്പിക്കുമ്പോൾ കാടിനെ സംരക്ഷിക്കുന്ന മറ്റ് ശൽപ്പതങ്ങളും പുഴുക്കളൊക്കെ ധാരാളമായി ഈ മരത്തിൻ്റെ തടിയിലൊക്കെ ഇരിക്കുന്ന പുഴുക്കളൊക്കെ തിന്നുന്നതാണ് ഈ ഹമ്മിങ് ബേഡ്സൊക്കെ. അപ്പോൾ ഇതൊക്കെ വർദ്ധിക്കുമ്പോൾ കാടിൻ്റെ പച്ചപ്പൊക്കെ നശിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.